ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വിളവെടുപ്പായാലോ? അപ്പം നമുക്ക് ബീൻസും കോവലൊക്കെ ഉണ്ടായി കിടപ്പുണ്ടേ, അതിൻ്റെ വിളവെടുപ്പാകാം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ബീൻസ് കുറേ ഉണ്ടായിട്ടുണ്ടേ, നല്ലതുപോലെ ഒന്നും മൂത്തിട്ടില്ല, മൂത്ത് വരുന്നേ ഉള്ളേ. അപ്പോൾ ആ കിളുന്തോട് കൂടി തന്നെ നമുക്ക് പറിച്ചെടുക്കാം. ഇതൊരു പ്ലാവ് നട്ടിട്ടുണ്ട്, അതിലും മാവ്, പിന്നെ മാതള നാരകം അതിലേക്കും കൂടിയാണ് കയറിപ്പോയേക്കണത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഈ കാറ്റൊക്കെ വന്നതുകൊണ്ട് മാവ് ഇതൊക്കെ അങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുവാണേ, ഈ പ്ലാവും മാതള നാരകം. അപ്പോൾ നല്ല മഴക്കാറും വരുന്നുണ്ട്, കാറ്റും വരുന്നുണ്ട്, നല്ല മഴക്കാർ ഇങ്ങനെ 4 സൈഡിൽ നിന്നും വരുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം പറിച്ചെടുക്കാം. ഇതിപ്പോൾ ബുധനാഴ്ചയാണ് ഇത് പറിക്കണേ. ബുധനാഴ്ച രാവിലെ 7:30 ആയപ്പോഴാണ് ഇത് പറിച്ചെടുക്കണേ. അപ്പോഴത്തേനും ഭയങ്കര കാറ്റ് വന്ന്. അപ്പം മഴയ്ക്ക് മുമ്പ് എല്ലാം പറിച്ചെടുക്കണത്. പറിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഈ ഇലയുടെ കമ്പിൻ്റെയൊക്കെ താഴ്ത്താലോ, വള്ളിയിലല്ലല്ലോ കയറിയേക്കണേ. അപ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ പൂവൊക്കെ വന്നിട്ടുണ്ടേ. അതേപോലെ തന്നെ പയറിലും പൂ കുത്തി തുടങ്ങി. 2-3 ചോടേ നട്ടിട്ടുള്ളൂ പയർ. കോവലിലുണ്ടായിട്ടുണ്ട്. കോവൽ ഈ തവണ താമസിച്ച വള്ളി കയറി വന്നത്. അപ്പോൾ കാറ്റിന് ശക്തി പ്രാപിച്ചിട്ടോ, ഭയങ്കര കാറ്റാണേ. ഇതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഈ കോവലും കൂടെ പറിച്ചെടുക്കുക. കോവൽ പറിക്കുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പൊക്കി നോക്കിയിട്ട് വേണം പറിക്കാനായിട്ട്. താഴത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ കാണൂല. അപ്പോൾ ആ വള്ളിയൊക്കെ പൊക്കി നോക്കിയിട്ട് വേണം പറിച്ചെടുക്കാനായിട്ട്. 10 എണ്ണം ഉണ്ടെങ്കിൽ ഒരു കറിക്കായേ. പച്ചമുളകും പറിച്ചിട്ടുണ്ട്. ബീൻസ് ഒരു 1/2 കിലോ അടുത്തുണ്ട് കേട്ടോ. കോവലും പറിച്ചെടുക്കുന്നുണ്ട്. ഈ കോവൽ നട്ടേക്കണ നിലത്താണ് നട്ടേക്കണേ. അപ്പോൾ വള്ളി കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ബീൻസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതാക്കി വട്ടാണ് അരിഞ്ഞെടുക്കണേ. കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നല്ല കിളുന്ത് ബീൻസാണേ. അപ്പോൾ പറിച്ചു കൊണ്ടുവന്ന അന്ന് തന്നെ കേട്ടോ ഞാനിത് കറി ഉണ്ടാക്കുന്നത്. എല്ലാം ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേ കുറച്ച് പച്ചമുളകും കൂടെ പറിച്ചിട്ടുണ്ട്. എല്ലാ പച്ചമുളകും ഉണ്ട്. കാന്താരിയുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്, ഉണ്ടമുളകും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാന്താരിയും കുറച്ച് ഈ പച്ച കാന്താരിയും കൂടെ, വെളുത്ത പോലത്തെ കാന്താരിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 ചുമന്നുള്ളി, ഒരു 2 പിടുത്തം തേങ്ങ ചിരകിയത്. എന്നിട്ട് പതുക്കെ ഒന്ന് കറക്കിയെടുക്കാവുള്ളൂ. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത്. നല്ല തരിതരിപ്പോട് കൂടി തന്നെ കിട്ടണം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പതുക്കെ അടിച്ചെടുക്കാം. പതുക്കെ ഒന്ന് കറക്കിയെടുത്താൽ മതിയേ. ഇതുപോലെ വേണം അടിച്ചെടുക്കാനായിട്ട്. തേങ്ങയൊന്നും അരഞ്ഞു പോകാതെ. മുളകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്കൊരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ചൂടായില്ലെങ്കിൽ കടുകിടുമ്പോൾ അത് പൊട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരല്പം കടുകിട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കണം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം ഉപ്പ് കുറച്ചിട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പച്ച ബീൻസ് ആയതുകൊണ്ട് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് ഇത്തിരി ഒന്ന് വാടി കിട്ടണം നല്ല പോലെ, എന്നാലാണ് നല്ല പോലെയൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ. കുറച്ചിട്ട് കൊടുത്താൽ മതിയേ ഉപ്പ്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെച്ച് മൂടി വെക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെക്കണം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. തീ കുറച്ചിടണേ, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നല്ല രുചിയാണ്. ആ കാന്താരിമുളകിൻ്റെ എരിവും ഉപ്പും ഒക്കെ കൂടെ ആയപ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണേ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ താങ്ക് യു.